വചനം വചനം ത്രിയേക ദൈവമം വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അതിഥി, വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കടന്നു വരുന്നു എന്നറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വീട് വൃത്തിയാണോ? ഭക്ഷണം തയ്യാറാണോ? ഞാൻ കുളിച്ച് വസ്ത്രം മാറിയോ? ആകെപ്പാടെ ഒരു പരക്കം പാച്ചിലായിരിക്കും അല്ലേ? പക്ഷേ ആ അതിഥി എപ്പോൾ വരുമെന്ന് കൃത്യമായി നേരത്തെ അറിയാമായിരുന്നെങ്കിലോ നമ്മൾ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഈ ഒരു കാര്യമാണ്. ആ അതിഥി എപ്പോൾ വേണമെങ്കിലും വരാം. അതിനാൽ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്ന്. ഈശോ നോഹയുടെ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ആ കാലഘട്ടത്തിലെ അവസ്ഥ? വചനം പറയുന്നു, പ്രളയം വരുന്നതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും ആഹ്ലാദിക്കുകയായിരുന്നു. ഒന്ന് ഓർത്തു നോക്കുക. ആകാശം തെളിഞ്ഞു നിൽക്കുന്നു, മഴയുടെ ഒരു ലക്ഷണവുമില്ല, പക്ഷികൾ പാടുന്നു. അപ്പോഴാണ് നോഹ വിയർപ്പൊഴുക്കി ആ വലിയ പേടകം പണിയുന്നത്. ചുറ്റുമുള്ളവർ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു കാണും. ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഈ തെളിഞ്ഞ വെയിലത്താണോ പ്രളയം വരുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ച് കാണും. അവരുടെ തെറ്റ് അവർ ഭക്ഷണം കഴിച്ചതോ വിവാഹം കഴിച്ചതോ അല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ ദൈവം എന്ന വലിയ സത്യത്തെ അവർ മറന്നുപോയി എന്നതാണ്. വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് അവർ അന്ധരായിരുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നോഹയുടെ കാലത്തെ ജനങ്ങളിൽ നിന്ന് നമ്മൾ ഒട്ടും വ്യത്യസ്തരല്ല. രാവിലെ എഴുന്നേൽക്കുന്നു, മൊബൈൽ ഫോണിലെ നോട്ടിഫിക്കേഷൻ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, TV കാണുന്നു, ഉറങ്ങുന്നു. ഇതിനിടയിൽ എവിടെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം? നമ്മുടെ തിരക്കുകൾക്കിടയിൽ ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടോ എന്ന് ചോദിക്കാൻ നാം മറന്നുപോകുന്നുണ്ടോ? പ്രളയം വന്നപ്പോൾ പേടകത്തിൻ്റെ വാതിൽ അടഞ്ഞതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം കർത്താവെ തുറക്കണമേ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നു, കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുമായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ പേടിപ്പിക്കുവാനുള്ള വചനമല്ല. കള്ളനെ പേടിച്ച് ആരും ഉറക്കം കളയരുത് എന്നല്ല, മറിച്ച് നമ്മൾ വാതിൽ ഭദ്രമായി അടയ്ക്കും, ലൈറ്റ് ഓഫ് ചെയ്യും, ഒരുപക്ഷെ CCTV ക്യാമറ വരെ വയ്ക്കും. അതാണ് ജാഗ്രത. ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ഒരു CCTVയുടെ അത്യാവശ്യമുണ്ട്. നമ്മുടെ മനസ്സാക്ഷി. പാപം എന്ന കള്ളൻ കയറാതിരിക്കാൻ പ്രാർത്ഥനയാകുന്ന പൂട്ട് ഭദ്രമാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടെ പരിശോധിക്കണം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കപ്പെടും. ഇതിൻ്റെ അർത്ഥം എന്താണ്? പുറമേ നോക്കുമ്പോൾ 2 പേരും ചെയ്യുന്നത് ഒരേ ജോലി, 2 പേരും ഒരേ ഓഫീസിൽ അല്ലെങ്കിൽ ഒരേ വീട്ടിൽ ഒരേ പള്ളിയിൽ ഇരിക്കുന്നവരാകാം. പക്ഷേ ദൈവം നോക്കുന്നത് പുറം മോടിയല്ല. ഒരാളുടെ മനസ്സ് ദൈവത്തോടൊപ്പമാണ്,
മറ്റേയാളുടെ ചിന്തകളും മനസ്സും ലോകത്തിൻ്റേതാണ്. നാം ജോലി ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും അടുക്കളയിൽ ആയിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടോ? ഈശോയുടെ വരവ് ഒരു പേടി സ്വപ്നമല്ല, മറിച്ച് സ്നേഹിക്കുന്നവർ തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളെ കാത്തിരിക്കുന്നത് പോലെ ആകാംക്ഷയോടെ ഒരുക്കത്തോടെ നമുക്കും കാത്തിരിക്കാം. ഇന്നത്തെ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു നിമിഷം ഞാൻ ദൈവത്തിനായി മാറ്റിവെക്കും എന്നുള്ള ഒരു ഉറപ്പ്. എൻ്റെ മനസ്സാക്ഷിയെ ഞാൻ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.